കൊടുത്തത് അമ്പലപ്പുഴ പാൽപ്പായസാണ് കൊടുത്തതെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മലയത്താറ്റ് മനക്കൽ ചന്ദ്രശേഖരൻ നമ്പൂതിരിപ്പാടിൻ്റെ സാഷ്ടാംഗ പ്രണാമം, ശ്രീ സി പി നായരുടെ അഭിവാദയെ, പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മയുടെ പുതുമന പുണ്യാത്മാവ്, അകവൂർ നാരായണന്റെ സുശ്രാദ്ധമസ്തു, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായിയുടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ പുതുമന സാന്ത്വനമന, അമ്പലപ്പുഴ എച്ച് ഗണപതി ശർമ്മയുടെ ചെമ്പകശ്ശേരി രാജാവും പുതുമന നമ്പൂതിരിയും, മണ്ണാറശാല എം വി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ ശ്രീ നാഗരാജോ അവതു, അമ്പലപ്പുഴ ഗോപകുമാരന്റെ പുതുമന നമ്പൂതിരിയുടെ താന്ത്രിക വിദ്യാചാതുരി എന്നീ ശ്രദ്ധേയങ്ങളായ പഠനങ്ങളാണ് ഈ ഖണ്ഡത്തിലുള്ളത്. പിന്നീട് ഇതിൽ ഏറ്റവും ആകർഷകമായിട്ടുള്ളൊരു മറ്റു വശം കുറേ അനുബന്ധമാണ്, അപ്പൻഡിക്സ്. അതിൽ അദ്ദേഹം 1972 കേരള കലാമണ്ഡലം ഒരു സെമിനാർ നടത്തുന്നുണ്ടായി. അത് കേരളത്തിലുടനീളമുള്ള മുദ്രകൾ, അതും കേരളത്തിൻ്റെ വലിയൊരു ഈടുവെപ്പാണ്. ഇത്രയധികം മുദ്രാ സംസ്കാരമുള്ള ഒരു സംസ്കൃതി നമുക്ക് മറ്റു പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കില്ല. കഥകളിയിലായാലും ശരി, കൂടിയാട്ടത്തിലായാലും ശരി, നമ്മുടെ വൈദികാചാരങ്ങൾ, അതുപോലെ സ്റ്റാൾ എഴുതിയിട്ടുള്ള അഗ്നി എന്നുള്ള പുസ്തകത്തിൽ പല വൈദിക മുദ്രകളെയും ക്രോഡീകരിച്ചിട്ടുണ്ട്, താന്ത്രിക മുദ്രകളുണ്ട്. അപ്പോൾ ഇവയൊക്കെ തമ്മിൽ എന്തൊക്കെയോ തരത്തിലുള്ള കൊള്ളക്കൊടുക്കലുകൾ നടന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവയെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സോദാഹരണ പ്രഭാഷണത്തിൻ്റെ എന്തോ ചില ഫോട്ടോകൾ കിട്ടി, അത് ഇതിൽ സമാഹരിച്ചിട്ടുണ്ട്. അത് കലാചരിത്രത്തിൽ ഗവേഷണം നടത്തുന്ന കലാകുതികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും വളരെ അധികം അമൂല്യമായിട്ടുള്ള ഒരു രേഖയാണ് അതിലുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ ചില വിഭിന്ന ഘട്ടങ്ങളെയൊക്കെ ചിത്രീകരിക്കുന്ന ചില ഛായാചിത്രങ്ങൾ, പിന്നെ അമ്പലപ്പുഴ ഗണപതി ശർമ്മയുടെ ദേവീസ്തുതി, കുറവല്ലൂർ മാധവന്റെ നവഗ്രഹ പഞ്ചകം എന്നീ കവനങ്ങളും ഈ ഭാഗത്തിൽ, ഈ അനുബന്ധം എന്നുള്ള ഭാഗത്തിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നീട് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ ഈ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ആകർഷണത്തിലൊന്ന് ഞാൻ പറയുകയാണെങ്കിൽ ശ്രീ ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ചിട്ടുള്ള മനോഹരങ്ങളായ ചിത്രങ്ങളാണ്. അപ്പം അതിൽ അദ്ദേഹം ഇതിൽ ഈ പുസ്തകത്തിനെ ഒരു വലിയ ഗോപുരമായിട്ട് സങ്കല്പിക്കാം. അതിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ നമുക്ക് ചക്രാബ്ജപത്രം എന്നുള്ള താന്ത്രിക സങ്കല്പം, തന്ത്രം വരകളുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഈ പലതരത്തിലുള്ള ചക്രങ്ങൾ ഒക്കെ, ശ്രീചക്രം പോലുള്ള ചക്രങ്ങൾ, രേഖാവിന്യാസങ്ങൾ, ഇതൊക്കെ തന്ത്രത്തിൻ്റെ ജീവനാണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അവയെ അനുധ്യാനം ചെയ്ത് ചില മാനസികാവസ്ഥകളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് താന്ത്രിക ആരാധനാക്രമത്തിൻ്റെ ആന്തരിക രഹസ്യം എന്ന് തോന്നുന്നു. ഞാൻ താന്ത്രിക ആചാര്യനൊന്നുമല്ല, എങ്കിലും അത് ഇന്നും ആഗോളാടിസ്ഥാനത്തിൽ തന്നെ സവിശേഷ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ചിത്രത്തിന് പുറമെ ഇതിൽ പല പേജുകളിൽ അദ്ദേഹം വരച്ചു വെച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ, ശരിക്ക് യശശരീരനായിട്ടുള്ള ശ്രീ ദാമോദരൻ നമ്പൂതിരി ജീവൻ വെച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു. അതിനു പുറമെ ചില കഥകളി രംഗങ്ങൾ, കഥകളി കാവ്യം സുഗേയം കഥരാഘവി എന്ന് പറഞ്ഞ പോലെ കഥകളി പ്രമേയമാവുക ആർട്ടിസ്റ്റ് നമ്പൂതിരി വരയ്ക്കുക ചെയ്താൽ അതിൻ്റെ ഒരു അപൂർവമായിട്ടുള്ള ഒരു ചാരുത നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ പുസ്തകത്തിനെ അലങ്കരിക്കുന്നു. അങ്ങനെ ഇത് ഈ ഒരു പുസ്തകത്തിനെ നമുക്ക് പറയാം സാംസ്കാരിക കേരളം ഈ പുണ്യശ്ലോകന് നൽകുന്ന ഒരു തിലോദകമായിട്ട് നമുക്ക് ഈ പുസ്തകത്തിനെ സങ്കല്പിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ശ്രീ പുതുമന ദാമോദരൻ നമ്പൂതിരിയുടെ ശതാബ്ദിയോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കൃതികൾ സമാഹരിച്ച അദ്ദേഹത്തിൻ്റെ പുത്രനായ തന്ത്രിമുഖ്യൻ ശ്രീ പുതുമന ശ്രീധരൻ നമ്പൂതിരി പ്രസാധനം ചെയ്ത ഈ വിശിഷ്ട ഗ്രന്ഥത്തിൻ്റെ പ്രകാശന കർമ്മമാണ് അടുത്തത്. ആരാധ്യനായ ശ്രീ പത്മനാഭദാസൻ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഗ്രന്ഥത്തിൻ്റെ പ്രകാശനം നിർവഹിക്കാമെന്ന് സമ്മതിച്ചത് നമുക്ക് ഏറ്റവും സന്തോഷകരമാണ്. ഭാരതത്തിന് മുഴുവൻ തന്നെ മാതൃകയായി തീർന്ന പുരോഗമനപരമായ ജനക്ഷേമകരമായ ഭരണ പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി തീർന്ന തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഇന്നത്തെ കാരണവരാണ് നമുക്കൊക്കെ ആരാധ്യനായിട്ടുള്ള ശ്രീ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ്. ഈ വിശിഷ്ടമായ ഈ ഗ്രന്ഥം
പ്രകാശനം ചെയ്യുന്നതിന് വിനയപൂർവം എല്ലാവർക്കും വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. പുസ്തകം സ്വീകരിക്കുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട കവി വിഷ്ണുനാരായണ നമ്പൂതിരി സാറിനെയും സാദരം ക്ഷണിക്കുന്നു. ഡോക്ടർ രാഘവ വാര്യർ, ശ്രീ വിഷ്ണു നാരായണ നമ്പൂതിരി, ശ്രീ രാമചന്ദ്രൻ നായർ, പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ, ശ്രീ സി പി നായർ, കലാമണ്ഡലം MP.S. നമ്പൂതിരി, ശ്രീ മനയത്ത് ചന്ദ്രശേഖരൻ നമ്പൂതിരിപ്പാട്, അമ്പലപ്പുഴ ഗോപകുമാർ, ശ്രീ ദാമോദരൻ നമ്പൂതിരി, ഡോക്ടർ രാജേന്ദ്രൻ, ശ്രീ ശ്രീധരൻ നമ്പൂതിരി. ഇന്ന് ഈ സുസായാഹ്നത്തിൽ വിവേകം ഉള്ള സജ്ജനങ്ങളെ, ഒരുപാട് വിവേകമുള്ള ആളുകളുടെ മുമ്പിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയാവുകയില്ല. അതുകൊണ്ട് ഒരു 10-60 കൊല്ലം മുമ്പേ നടന്ന ഒരു ഉപമ മനസ്സിൽ വെച്ചുകൊണ്ട് 2 വാക്ക് പറയാം. വളരെ കാലമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ ആചാര്യനും ഗുരുവും ആണ് ശൃംഗേരിയിലെ മഹാസന്നിധാനം ആചാര്യന്മാർ. ഇപ്പോഴത്തെ മഹാസന്നിധാനം ഭാരതി തീർത്ഥസ്വാമികളാണ്. അദ്ദേഹത്തിനെ 3 ദിവസം മുമ്പേ പാദത്തെ വന്ദിച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതിന് മുമ്പിൽ ഇരുന്ന മഹാസന്നിധാനമായിരുന്നു വിദ്യാരണ്യസ്വാമി. അദ്ദേഹത്തിൻ്റെ ഷഷ്ടിപൂർത്തി നടന്നത് അന്നത്തെ മദ്രാസും ഇന്നത്തെ ചെന്നൈയിലും ആയിരുന്നു. അവിടെ ജ്യേഷ്ഠൻ തിരുവനന്തപുരത്തും അമ്മ മഹാറാണിയും ഞാനും പോയിരുന്നു. അപ്പോൾ ആചാര്യസ്വാമി കൽപ്പിച്ചു, വൈകുന്നേരം ഒരു സമ്മേളനമുണ്ട്, അതിൽ വരണം. അപ്പോൾ ജ്യേഷ്ഠൻ തിരുവനന്തപുരം കൽപ്പിച്ചു, ഞാൻ ഇതുമാതിരി ഇപ്പോൾ പോകാറില്ല, ഇയാളെ പിടിച്ചുകൊണ്ട് പോയാൽ മതി. അപ്പം ഞാൻ ചെന്നു. അപ്പോൾ ചെന്നൈയിലുള്ള ബുദ്ധിമാന്മാരൊക്കെ ഇരിക്കുകയാണ്, എന്ത് പറഞ്ഞാലും അബദ്ധമാവും. അപ്പം ഞാനൊരു കഥ പറഞ്ഞേ ഉള്ളൂ, സത്യകഥ. ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തിരുവനന്തപുരത്തിലെ കാലത്ത് നരസിംഹഭാരതി മഹാസ്വാമികളോട് വന്നു. അപ്പം അദ്ദേഹം മഹാരാജാവിനെ അറിയിച്ചു, കാലടി എന്ന് പറയുന്ന പുണ്യഭൂമി ഇപ്പോൾ ആരുടെ കയ്യിലുമല്ല, വളരെ അപവിത്രമായിട്ടും അശുദ്ധമായിട്ടും ഇരിക്കുകയാണ്, അങ്ങ് വല്ലതും ചെയ്യണം. കേട്ടു, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ സ്വാമിക്ക് തോന്നി, എന്താ ഇത്ര അശ്രദ്ധയാണോ എൻ്റെ ശിഷ്യന്? ഒരാഴ്ച കഴിഞ്ഞ് യാത്ര പോകാൻ സമയമായപ്പോൾ മഹാരാജാവ് കാണിക്കുകയും പുഷ്പം ഫലമൊക്കെ വെച്ചപ്പോൾ സാധാരണ ഇല്ലാത്തതായിട്ട് ഒരു പട്ടുകൂടെ വെച്ചിരുന്നു, കുറച്ച് കട്ടിയായിട്ട്. ഇതെന്താണെന്ന് ചോദിച്ചു. മഹാരാജാവ് കൽപ്പിച്ചു നോക്കാമെന്ന്. അപ്പോൾ വിളിച്ചു നോക്കിച്ചപ്പോൾ ഈ ഒരാഴ്ചക്കകം ആ ഭൂമി മുഴുവൻ എടുത്ത് പട്ടയം ഉണ്ടാക്കി ശങ്കരാചാര്യ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയായിരുന്നു. അതിൻ്റെ 60 കൊല്ലം കഴിഞ്ഞൊരു ഭാഗ്യം കിട്ടിയത് കഴിഞ്ഞ സ്വാമി പറഞ്ഞു, ഇങ്ങനെ ഒരു മഹാരാജാവ് ചെയ്തല്ലോ, സാധാരണ ചെയ്യാത്തതായിട്ട് ഒരു ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു എണ്ണച്ചായ പടം അവിടെ വയ്ക്കണം. മഹാരാജാവായിട്ട് വേണ്ട, ഒരു ഭക്തനായിട്ട് മതി. അതിപ്പോഴും ഇന്നലെ കണ്ടിട്ട് വന്നിട്ട് വളരെ മനസ്സിന് സമാധാനവും വന്നു. പുതുമന അമ്പലപ്പുഴ തന്ത്രിയെപ്പറ്റി ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. അറിയാണ്ട് ഇനി ഒരുപാട് പറയാനുമുണ്ട്. 8 ഭാഗങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ സാധ്യത, അറിവ്, ജ്ഞാനം ഒക്കെ പ്രകാശിപ്പിച്ചിരിക്കുന്നത് ഈ പുസ്തകത്തിൽ കൂടെ. അപ്പോൾ 8 രത്നമായി, നവരത്നവും കൂടെ ചേർത്തോട്ടെ. ഒരു 20 കൊല്ലം പോരാ, ഒരു 40 കൊല്ലം മുമ്പേ, പേരുകൾ പറയുന്നില്ല, ഒരു വ്യവസായം നടക്കുന്നുണ്ടായിരുന്നു ദക്ഷിണ ഭാരതത്തിൽ. അതിൻ്റെ യന്ത്രങ്ങളൊക്കെ അമേരിക്കയിൽ നിന്ന് വരുത്തുകയായിരുന്നു. 30 യന്ത്രങ്ങൾ വരുത്തി. 23 യന്ത്രം വിദ്യുത് ശക്തിയുമായിട്ട് ബന്ധം വരുത്തിയപ്പോൾ അഗ്നിബാധ വന്ന് അതിന് കുഴപ്പം വന്നു.